ത്രിയേക ദൈവത്തിന് സ്തുതി. 25 നോമ്പിന്റെ 18-ാം ദിനം. ഇന്നത്തെ ചിന്താവിഷയം കർത്താവിന് വഴിയൊരുക്കുവിൻ, ആഗമനകാലത്തിന്റെ ആഹ്വാനം. പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്, ദ കോൾ ഓഫ് അഡ്വെന്റ്. ഈ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 1 to 8. ആഗമനകാലം എന്നത് കാത്തിരിപ്പിന്റെയും തയ്യാറെടുപ്പിന്റെയും ഒരു കാലഘട്ടമാണ്. ഇറ്റ്സ് നോട്ട് മിയർലി എ പാസീവ് വെയിറ്റിംഗ് ബട്ട് ആൻ ആക്റ്റീവ് റെഡിനെസ് ടു റിസീവ് ദ ലോർഡ് ഹൂ കംസ്. പ്രസ്തുത വേദഭാഗം അത്തരത്തിൽ നമ്മെ ക്രിയാത്മകമായി ഒരുക്കുന്നതിനുള്ള ആഹ്വാനം നൽകുന്നുവെന്നത്രേ. വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് വളരെ ശക്തമായ വാക്കുകളിലൂടെയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. സുവിശേഷകർത്താക്കളായ മത്തായിയും ലൂക്കോസും യേശുവിന്റെ ജനന കഥകളോടെ തങ്ങളുടെ രചന ആരംഭിക്കുന്നയിടത്ത് മർക്കോസ് നേരിട്ട് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സുവിശേഷം എന്ന പദം അർത്ഥമാക്കുന്നത് ശുഭവാർത്ത എന്നതാണ്. ദൈവം ഇനി മൗനമായി അകലങ്ങളിൽ പാർക്കുകയല്ല, മനുഷ്യരുടെ ഇടയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് മർക്കോസ് പറയുവാൻ ശ്രമിക്കുന്നത്. ഇതുതന്നെയാണ് ആഗമനകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യരിലേക്ക് വരികയും മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവികമായൊരു പുതുതുടക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ വേദഭാഗത്തു നിന്നും 2 ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ആഗമനകാലം കാത്തിരിപ്പിന്റെയും ഒരുക്കത്തിന്റെയും കാലം. അഡ്വെന്റ്, എ ടൈം ഓഫ് വെയിറ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻ. ആഗമനകാലം എന്നത് കാത്തിരിപ്പിന്റെയും ഒരുക്കത്തിന്റെയും കാലമാണ്. നാം ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെട്ട നിമിഷത്തെ ഓർക്കുകയും കർത്താവ് വീണ്ടും വരുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ദൈവം യേശുക്രിസ്തുവിൽ മനുഷ്യ ചരിത്രത്തിലേക്ക് കടന്നു വന്നതുപോലെ അവൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന് വഴിയൊരുക്കുവാൻ ദൈവം അയച്ചവൻ യോഹന്നാൻ സ്നാപകനായിരുന്നു. അവന്റെ വാസം മരുഭൂമിയിലായിരുന്നു, അലങ്കാരങ്ങളില്ലാത്ത ശൂന്യവും നിശബ്ദവുമായ ഇടത്ത്. അവിടെ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. യോഹന്നാന്റെ വേഷവും വാക്കുകളും വേറിട്ട് നിൽക്കുന്നതെങ്കിലും അവന്റെ ശബ്ദം ദൈവികമായിരുന്നു. ജനങ്ങളുടെ ഹൃദയം മിശിഹായുടെ വരവിനായി ഒരുക്കുക എന്നതായിരുന്നു യോഹന്നാന്റെ ദൗത്യം. മരുഭൂമി നമ്മുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു. പലപ്പോഴും ഉണങ്ങിയതും നിർജീവവുമായ അവസ്ഥകളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ആഗമനകാലം നമ്മെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നിന്ന് പോലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ക്ഷണിക്കുകയത്രേ ചെയ്യുന്നത്. യോഹന്നാന്റെ സന്ദേശം മാനസാന്തരം എന്നതായിരുന്നു. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങുക. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവ വഴിയെ യാത്ര ചെയ്യുവാൻ തടസ്സമാകുന്ന എല്ലാ തിന്മകളെയും നീക്കി ഹൃദയ വിശുദ്ധീകരണത്തിലൂടെ അവന് വാസസ്ഥലം ഒരുക്കുക എന്നതാണ് ആഗമനകാലത്തിന്റെ ആഹ്വാനം. രണ്ടാമതായി, ആഗമനകാലം ആത്മീയ പുതുജീവനത്തിനായിട്ടുള്ള ഒരുക്കകാലം. അഡ്വെന്റ്, എ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഫോർ സ്പിരിച്വൽ ന്യൂനെസ് ഓഫ് ലൈഫ്. യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. യേശുവാണ് യഥാർത്ഥ മാറ്റം കൊണ്ടുവരുന്നവൻ. വെള്ളം ശരീരത്തെ ശുദ്ധമാക്കുമെങ്കിലും പരിശുദ്ധാത്മാവത്രേ മനസ്സിനെയും ആത്മാവിനെയും പുതുക്കുന്നത്. ആഗമനകാലത്തിന്റെ സന്ദേശം അതാണ്. ക്രിസ്തുവിന്റെ വരവ് നമ്മുടെ ഉള്ളിൽ പുതുജീവൻ പകർന്നു നൽകുന്നു. അതിനാൽ ഇതൊരു ആഘോഷത്തിനുള്ള ഒരുക്കമല്ല, പുതുജീവൻ നേടുന്നതിനുള്ള ഹൃദയത്തിന്റെ ഒരുക്കമാണ്. ഓരോ കരുണയുടെ പ്രവൃത്തിയും ക്ഷമയുടെ വാക്കും പ്രത്യാശയുടെ വിത്തും അവനു വേണ്ടി വഴിയൊരുക്കുന്നതാകണം. ഇന്ന് ആ ശബ്ദം നമുക്ക് വീണ്ടും കേൾക്കാം. കർത്താവിന് വഴിയൊരുക്കുവിൻ. Let us prepare our hearts for the Spirit of God. Let us put away pride and depression and establish humility and peace. Let us spend this Advent season with hope, purity of heart and the desire of new life. ഈ നോമ്പുകാലത്തെ പ്രാർത്ഥനകളും വചന കേൾവിയും ധ്യാനവുമെല്ലാം
അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ ആഗമന കാലത്ത് അങ്ങയുടെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ആർഭാടങ്ങളും അലങ്കാരങ്ങളും മാറ്റി നിർത്തി നിന്റെ ശബ്ദം കേൾക്കുന്ന മനസ്സിനെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഹൃദയത്തെയും ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സ്നേഹം കൊണ്ടും സമാധാനത്താലും ഞങ്ങളെ പുതുക്കണമേ. ആമേൻ.